ചിന്ത പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്ന ശ്രീ പരകാല പ്രഭാകർ രചിച്ച ദ ക്രൂക്കഡ് ടിംബർ ഓഫ് ന്യൂ ഇന്ത്യ എന്ന പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷയായ ആരൂഢം വളഞ്ഞ ഇന്ത്യ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനമാണ് നടക്കുന്നത്. പുസ്തകം പ്രകാശനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ശ്രീ KN ബാലഗോപാൽ. പുസ്തകം സ്വീകരിക്കുന്നത് മുൻ MLA ശ്രീ M സ്വരാജ്. കൂടാതെ ശ്രീ VK പ്രശാന്ത് MLA, ശ്രീ TA രാജശേഖരൻ, ശ്രീ KS അജിത്, ശ്രീ K ശിവകുമാർ എന്നിവരും ചടങ്ങിൽ പങ്കെടുക്കുന്നു. ബഹുമാനപ്പെട്ട അതിഥികളെയും പ്രസാധകരുടെ പ്രതിനിധിയെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സദസ്സിലും വേദിയിലുമുള്ള പ്രിയപ്പെട്ടവരെ, ആരൂഢം വളഞ്ഞ നവ ഇന്ത്യ എന്ന പുസ്തകം, ക്രൂക്കഡ് ടിംബർ ഓഫ് ന്യൂ ഇന്ത്യ എന്ന പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷയുടെ റിലീസാണ്. നമുക്കറിയാം, എല്ലാ വിമർശകരും ജയിലിനുള്ളിലാകുന്ന ഒരു ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത്. രാജാവ് നഗ്നനാണ് എന്ന് പറയാൻ ധൈര്യം കാണിക്കുന്നവർ വിരലെണ്ണുന്നവരായി ചുരുങ്ങുന്ന ഒരു കാലത്ത് ഒരുപക്ഷെ ഇന്ത്യയിലെ ഇന്നത്തെ ഭരണകൂടത്തിൻ്റെ വളരെ നിശിതനായ വിമർശകനായി ഏറ്റവും ഉയർന്നു നിൽക്കുന്നയാളാണ് പരകാല പ്രഭാകർ. അത് വളരെ കൃത്യമായ വസ്തുതകൾ നിരത്തി ആ വിമർശനം വളരെ ലോജിക്കലായി അവതരിപ്പിക്കുന്ന പുസ്തകമാണ് ക്രൂക്കഡ് ടിംബർ. 2023 മധ്യത്തോടെ ഇറങ്ങിയ പുസ്തകം ഏതാനും മാസങ്ങൾക്കുള്ളിൽ തന്നെ പബ്ലിഷ് ചെയ്യാനായിട്ട് കഴിഞ്ഞത് ചിന്തയുടെ ഒരു ഭാഗ്യമായി കരുതുന്നു. എന്ന് മാത്രമല്ല, അത് ഈ ഒരു ഇലക്ഷൻ ഇയറിൽ ഒരുപക്ഷെ ഇന്ത്യ എന്ന ആശയത്തെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും ഇത് ഒരു ആയുധമായി തന്നെ മാറും എന്നും ഉറപ്പുണ്ട്. ദീർഘിപ്പിക്കുന്നില്ല. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വേദിയിലുള്ള മുഴുവൻ ആൾക്കാരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷനായി VK പ്രശാന്ത് MLA ആണ്. അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. I welcome ശ്രീ പരകാല പ്രഭാകർ ടു ദിസ് വെന്യൂ. പുസ്തകം സ്വീകരിക്കുന്നത് M സ്വരാജാണ്. പുസ്തക പ്രകാശനം നടത്തുന്ന KN ബാലഗോപാലാണ്. ഈ രണ്ടുപേരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുഴുവൻ ആൾക്കാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം. വേദിയിലുള്ള ശ്രീ പരകാല പ്രഭാകർ അവർകൾ, ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ KN ബാലഗോപാൽ, ശ്രീ M സ്വരാജ്, ശ്രീ രാജശേഖരൻ, ശ്രീ ശിവകുമാർ ഉൾപ്പെടെയുള്ള ബഹുമാന്യരെ, വേദിയിലുള്ള ബഹുമാനപ്പെട്ട കേരള നിയമസഭാ സ്പീക്കർ ശ്രീ AN ഷംസീർ, MLA മാർ, മറ്റ് സുഹൃത്തുക്കളെ, നേരത്തെ ശ്രീ പരകാല പ്രഭാകർ നമ്മളോട് നടത്തിയിട്ടുള്ള വർത്തമാനത്തിൽ സമകാലീന ഇന്ത്യയുടെ യഥാർത്ഥ ചിത്രം അദ്ദേഹം വരച്ച് കാണിക്കുകയുണ്ടായി. ഇന്ത്യയെ എങ്ങനെയാണ് മാറ്റിയെടുക്കുന്നത് എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. എൻ്റെ മകള് പട്ടത്ത് കേന്ദ്രീയ വിദ്യാലയത്തിൽ പഠിക്കുകയാണ്. ഇപ്പോൾ രാവിലെ അവിടെ ഒരു പാരൻസ് മീറ്റിങ്ങിന് വിളിച്ചിരുന്നു. അപ്പോൾ ഞാനാണ് ഇന്ന് പോയത്. സാധാരണ അമ്മയാണ് പോകുന്നത്, നമ്മൾ തിരക്കായത് കാരണം. ഇപ്പോൾ ചെന്നപ്പോൾ പ്രിൻസിപ്പാളിൻ്റെ ആദ്യത്തെ പ്രസംഗം തന്നെ നമ്മുടെ രാജ്യത്തെ മുഴുവൻ കേന്ദ്രീയ വിദ്യാലയങ്ങളുടെയും പേര് മാറ്റാനുള്ള തീരുമാനം നമ്മളെ അറിയിക്കുന്നതായിരുന്നു. 14,000-ൽ വരുന്ന കേന്ദ്രീയ വിദ്യാലയങ്ങളുടെ പേര് ഇനി മുതൽ PM ശ്രീ കേന്ദ്രീയ വിദ്യാലയം എന്നായിരിക്കും അറിയപ്പെടുക. അപ്പോൾ അത് ആദ്യം നമ്മളെ അറിയിച്ചു. 2, നമ്മുടെ സിലബസിനകത്ത് കേന്ദ്ര ഗവൺമെൻറ് വരുത്താൻ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങൾ ഇതൊക്കെയാണ്. അതിനനുസരിച്ച് രക്ഷകർത്താക്കൾ പരുവപ്പെടേണ്ടതിൻ്റെ പ്രാധാന്യം അദ്ദേഹം ഞങ്ങൾക്ക് വിശദീകരിച്ച് തരികയുണ്ടായി. അപ്പോൾ ഇവിടെ അദ്ദേഹം നേരത്തെ സംസാരിച്ചപ്പോൾ ഞാനും മനസ്സിൽ ഓർമ്മിച്ച ഒരു കാര്യം അതായിരുന്നു. അപ്പോൾ ഈ നിലയിൽ വലിയ ഇടപെടൽ രാജ്യത്തെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ മേഖലകളിലും അക്കാദമിക സമൂഹത്തിലടക്കം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പോൾ അതിനെ കൃത്യമായി ഒരു ബദൽ മുന്നോട്ട് പോകുന്ന ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് കേരളത്തിന് ഇതിനൊരു ബദൽ കാഴ്ചവെക്കാനാകും എന്നതുകൂടി നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഇവിടെ ക്ഷണിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു സംസാരം നമുക്കെല്ലാവർക്കും കേൾക്കാൻ ഇടയായത് തന്നെ അതിൻ്റെ ഒരു നല്ല തുടക്കമായിട്ട് ഞാൻ കാണുന്നു. അദ്ദേഹത്തിനെ ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള അഭിനന്ദനം അറിയിക്കുകയാണ്. ഇവിടെ
ഈ പുസ്തകം ഞാനത് പൂർണ്ണമായും വായിച്ചിട്ടില്ലെങ്കിൽ പോലും നേരത്തെ അവിടെ സൂചിപ്പിച്ചതുപോലെ വിവിധ കാലഘട്ടങ്ങളിൽ ഏതാണ്ട് 2020 മുതൽ 2023 വരെ അദ്ദേഹം എഴുതിയ വിവിധ ലേഖനങ്ങളുടെ സമാഹാരമാണ്. അതിൻ്റെ മലയാള വിവർത്തനമാണ് ശ്രീ രാജശേഖരൻ ഈ പുസ്തകത്തിലൂടെ നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത്. പുതിയ കാലത്തെ എല്ലാ വിദ്യാർത്ഥികളും രാഷ്ട്രീയ പഠിതാക്കളുമൊക്കെ ആ പുസ്തകം വായിക്കാൻ വേണ്ടി തയ്യാറാകണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ കേരളീയത്തിൻ്റെ ഭാഗമായി ഈ പുസ്തകോത്സവം മനോഹരമായ രീതിയിൽ നമുക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളത് അങ്ങേയറ്റം സന്തോഷമുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും പുതിയ കാലത്തെ വെല്ലുവിളികൾ നേരിടാൻ ഈ പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സെമിനാറുകളിലൂടെ നമുക്ക് സാധിക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ചുരുക്കുകയാണ്. അടുത്തത് പുസ്തക പ്രകാശനമാണ്. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രിയെ ആദരപൂർവ്വം ഞാൻ ക്ഷണിക്കുന്നു. അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള മുൻ MLA ശ്രീ സ്വരാജ് അവർകളെയും ക്ഷണിക്കുകയാണ്. പ്രിയമുള്ള അധ്യക്ഷൻ ശ്രീ പി പ്രശാന്ത് MLA, ഈ വേദിയിലുള്ള പ്രിയപ്പെട്ട ശ്രീ പരകാല പ്രഭാകർ, ശ്രീ M സ്വരാജ്, ശ്രീ രാജശേഖരൻ, ഈ പുസ്തകം മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്ത ശ്രീ രാജശേഖരൻ, ശ്രീ രഞ്ജിത്ത്, ശ്രീ ശിവകുമാർ, ഈ വേദിയിലുള്ള വളരെ ബഹുമാനരായ സുഹൃത്തുക്കളെ, സഹോദരന്മാരെ, നമ്മളിന്നിവിടെ ചിന്ത പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം നേരത്തെ തന്നെ കേരളത്തിലേറെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളൊരു പുസ്തകമാണ്. മച്ച് ബിഫോർ ദിസ് ബുക്ക് came before us, the society, and a lot of discussion was there about this book when it was published first. ഇപ്പോൾ അത് ചിന്ത മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത് പ്രസിദ്ധീകരിക്കുന്ന വഴി ഏറെ നമ്മുടെ നാട്ടിൽ ചർച്ച ചെയ്യപ്പെട്ട ഈ പുസ്തകം ദ ക്രൂക്കഡ് ടിമ്പർ ഓഫ് ന്യൂ ഇന്ത്യ, മലയാളത്തിൽ അത് ആരൂഢം വളഞ്ഞ നവ ഇന്ത്യ എന്ന പേരിലാണ് ചിന്ത പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഈ പുസ്തകം നേരത്തെ തന്നെ ചർച്ചയായത് അതിൻ്റെ ഗ്രന്ഥകാരൻ, അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അത് ഹൈദരാബാദിൽ ആണ് അദ്ദേഹം ഇപ്പം കൂടുതലും പ്രവർത്തിക്കുന്നതെങ്കിലും ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ഉണ്ടായിരുന്നു, ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ആന്ധ്ര ഗവൺമെൻറ്റിൻ്റെ അഡ്വൈസറായിരുന്നു, എക്കണോമിക് അഡ്വൈസറായിരുന്നു. അങ്ങനെ പല മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ നിശിതമായ തരത്തിൽ സാമ്പത്തിക കാര്യങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തുകയും ഭരണപരമായ കാര്യങ്ങളെപ്പറ്റി, പോളിസികളെപ്പറ്റിയൊക്കെ വിലയിരുത്തുകയും ചെയ്യുന്ന പല ലേഖനങ്ങൾ എഴുതിയതിൻ്റെ ഒരു സമാഹാരമാണിത്. അതിനകത്ത് പ്രത്യേകിച്ചും അദ്ദേഹം എഴുതിയിരിക്കുന്നത് 2014 മുതലുള്ള ഇന്ത്യയിലെ അവസ്ഥകളെപ്പറ്റിയാണ് കൂടുതലും. അതിനകത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് ഡൽഹിയിലേക്ക് എത്തിയ നരേന്ദ്രമോദിയുടെ ഭരണത്തിൻ്റെ ആ കാലം മുതൽ ഓരോ വർഷവും വന്ന മാറ്റങ്ങളെപ്പറ്റിയൊക്കെ എഴുതിയിട്ടുണ്ട്. വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ സമീപനം വ്യക്തമാക്കുന്ന ഒരു പ്രഭാഷണം കേട്ടിട്ടാണ് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ മേഖലയിലുള്ള അഭിപ്രായങ്ങളെപ്പറ്റി നമ്മളൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല. അദ്ദേഹം 2021 പ്രസംഗം കേട്ടത്, ലേഖനങ്ങളെല്ലാം ഞാൻ വായിച്ചിട്ടില്ല, ലേഖനം വായിച്ചത് 2021 പ്രധാനമന്ത്രിയുടെ പ്രഭാഷണത്തിനകത്ത് ടീം ഇന്ത്യ എന്ന് പറയുകയും അമൃതകാൽ എന്ന് പറയുകയും ചെയ്യുന്ന കാര്യങ്ങളിൽ തുടങ്ങി അവിടുന്ന് പുറകോട്ട് പോയിട്ട് അദ്ദേഹം നടത്തുന്ന വിലയിരുത്തലുകളുണ്ട്. ആദ്യം വന്നപ്പോൾ ഈ രാജ്യത്തെ മുഴുവൻ മുഖ്യമന്ത്രിമാരും ഈ രാജ്യത്തെ എല്ലാ ഉദ്യോഗസ്ഥരും ഭരണ സംവിധാനം ആകെയും ടീം ഇന്ത്യയുടെ ഭാഗമാണെന്ന് പറഞ്ഞാണ് അദ്ദേഹം തുടങ്ങിയത്.
എന്ന് മാത്രമല്ല, കഴിഞ്ഞ 10-70 വർഷക്കാലത്തെ ചരിത്രത്തിലേക്ക് പോയി ഇന്ത്യയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന നേട്ടങ്ങളുടെ എല്ലാം തുടർച്ചയാണ് പ്രധാനമന്ത്രി എന്ന നിലയിൽ ഞാനും പ്രവർത്തിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു തുടങ്ങിയ അദ്ദേഹം 8-9 വർഷമാകുമ്പോഴേക്കും 8 വർഷമാകുമ്പോഴേക്കും ഞാൻ എൻ്റെ ടീം എന്ന നിലയിൽ ടീം ഇന്ത്യയിൽ ഐ ആൻഡ് ദ പീപ്പിൾ 130 crore പീപ്പിൾ എന്ന നിലയിലേക്ക് മാറുന്നു, അദ്ദേഹത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നു എന്ന നിലയിലാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളെപ്പറ്റിയും പറഞ്ഞിട്ടുള്ളത്. അതൊരു ഭരണത്തിൻ്റെ നേതൃത്വത്തിൽ തന്ന പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് അങ്ങനെ അഭിപ്രായം പറയാൻ അദ്ദേഹത്തിന് യാതൊരു ചാഞ്ചല്യവുമില്ല. തുറന്ന് കാര്യങ്ങൾ വെച്ചിട്ടാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ ഉദാഹരണങ്ങളിലേക്ക് ഒന്നും അധികം പോകേണ്ടതില്ല. അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണം വന്നു. 97% പൂർത്തീകരിച്ച സ്ഥലത്ത് 3% കൂടി പൂർത്തീകരിക്കുമ്പോൾ വൈദ്യുതീകരണം പൂർത്തിയായി. അപ്പോൾ 100% ഇലക്ട്രിഫിക്കേഷൻ എൻ്റെ നേട്ടമാണ്, ടീമിൻ്റെ നേട്ടമാണ്, എൻ്റെ ടീമിൻ്റെ നേട്ടമാണെന്ന് പറയുമ്പോൾ മുഴുവനും സ്വന്തമാകുന്നു എന്നതാണ്. പക്ഷേ എത്രയോ വർഷമായി വൈദ്യുതീകരിച്ചതാണ്. കേരളത്തിലാണെങ്കിൽ ഇതിനൊക്കെ മുമ്പേ പൂർണ്ണ വൈദ്യുതീകരണം വന്നു എന്നുള്ളത് വേറെ കാര്യമാണ്. നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ അയച്ച മംഗൾയാൻ ചൊവ്വയിലേക്ക് പോകണമെങ്കിൽ ഒത്തിരി സമയം വേണം. മംഗൾയാൻ അവിടെ ചെന്ന് ഇറങ്ങിയത് നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ സമയത്താണ്. സോ അഭിപ്രായവും പ്രസ്താവനയൊക്കെ കണ്ടു കഴിഞ്ഞാൽ BJP ഗവൺമെൻറ്റിൻ്റെ സമയത്താണ് ചൊവ്വയിലേക്ക് അയച്ചതെന്നും അവിടെ ചെന്നിറങ്ങിയതെന്നും സ്ഥാപിക്കുന്നിടത്തേക്കുള്ള വലിയ പ്രചരണം. ഈ തരത്തിൽ പല കാര്യങ്ങളും ഇതിൽ പറയുന്നെന്ന് മാത്രമല്ല, ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞ എന്ന നിലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനകത്ത് അദ്ദേഹം ജീവിതവുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങളെപ്പറ്റി എന്താണ് എന്നുള്ള കാര്യങ്ങൾ എടുത്തു പറയുന്നുണ്ട്. അത് മേക്ക് ഇൻ ഇന്ത്യ തുടങ്ങി പല പല ആശയങ്ങളുണ്ട്. അതൊക്കെ എത്രത്തോളം നടന്നു എന്നുള്ള ഒരിക്കലും പറയുന്നില്ല. ഒരു അഭിപ്രായം പറയുമ്പോൾ തൊട്ടടുത്ത അഭിപ്രായത്തിലേക്ക് ജമ്പ് ചെയ്ത് പോയി അതിലേക്ക് പ്രചരണം കൊണ്ടുവരിക. അമൃതകാലം ഇപ്പോൾ പറയുന്നു, അതിനു മുമ്പ് അച്ഛാദിനായിരുന്നു. അച്ഛാദിനെ പറ്റി അധികം പറയില്ല. 15 ലക്ഷം രൂപ ഓരോ അക്കൗണ്ടുകളിലേക്കും വരുന്നതും അദ്ദേഹം പണ്ട് പറഞ്ഞിരുന്നു. 15 lakh rupees ടു എവറി അക്കൗണ്ട്. സോ പ്ലീസ് സ്റ്റാർട്ട് സം ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഇലക്ഷനറി തുടങ്ങുന്നത്. ഞാൻ പറഞ്ഞത് അങ്ങനെ ക്രിട്ടിക്കലായി കാര്യങ്ങൾ പറയുന്ന, വിവിധ കാര്യങ്ങളെപ്പറ്റി പറയുന്ന ധാരാളം ലേഖനങ്ങൾ അദ്ദേഹത്തിൻ്റെ സാധാരണഗതിയിൽ അദ്ദേഹം ഇത്തരം കാര്യങ്ങളെ വിലയിരുത്തിക്കൊണ്ട് എഴുതിയ ലേഖനങ്ങൾ, അത് ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ്റെയും സാമൂഹ്യ ശാസ്ത്രജ്ഞൻ്റെയും സ്വഭാവം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വിശകലനാത്മകമായ ഗ്രന്ഥങ്ങളാണ്. ഇന്നത്തെ ഇന്ത്യയിൽ തൻ്റെ ഇടത്തോടുകൂടി അഭിപ്രായം പറയുന്നതിന് അവസരങ്ങൾ കുറഞ്ഞു വരുന്ന ഇന്ത്യയിൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്ത് മുദ്രാവാക്യം വിളിച്ചാൽ ഡൽഹിയിൽ റോഡിൽ കൂടി ഞങ്ങൾക്ക് പ്രകടനം നടത്തി മുന്നോട്ട് പോകാമെന്ന് അതിനിശിതമായ കടന്നാക്രമണത്തിന് വിധേയമാകുന്ന ഘട്ടത്തിൽ രാഷ്ട്രീയ പ്രവർത്തകരല്ല ഞാൻ പറയുന്നത്, ചില സാമൂഹിക സാംസ്കാരിക സംഘടനകളുടെ പ്രവർത്തകർ പറയുന്നത് എന്ത് മുദ്രാവാക്യം വിളിക്കാൻ പറ്റും റോഡിൽ എന്ന് ചോദിച്ചിട്ട് പ്രകടനം നടത്തേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തുന്ന ഇന്ത്യയിൽ ഇങ്ങനെ അഭിപ്രായം പറയുന്ന ആളുകൾ നമ്മുടെ നാടിൻ്റെ വസ്തുതകളെ, നാടിൻ്റെ ചലനങ്ങളെ ഒക്കെ തുറന്നു കാണിക്കുന്നവരാണ്. ഇത്തരമൊരു പുസ്തകവുമായി അദ്ദേഹം വന്നത് തന്നെ അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. അത് നാട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനകത്ത് എൻ്റെ നാട്ടുകാരനും അയൽവാസിയും കൂടിയായ രാജശേഖരനാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തത് എന്നുള്ള സന്തോഷം കൂടി ഞാനിവിടെ പങ്കുവെക്കുന്നു. അപ്പോൾ അതിനകത്ത് ഗ്രന്ഥകാരനെ, അതിൻ്റെ ട്രാൻസ്ലേറ്റ് ചെയ്ത ശ്രീ രാജശേഖരനെ, അതോടൊപ്പം തന്നെ ഇതിന് മുൻകൈ എടുത്ത ചിന്ത പബ്ലിഷേഴ്സിനെ എല്ലാം, അതിൻ്റെ ചുമതലക്കാരെ എല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ നല്ല കാര്യങ്ങൾക്ക് എല്ലാ ആശംസയും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്തതായി സംസാരിക്കുന്നതിന് ശ്രീ M. സ്വരാജിനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു പ്രസംഗത്തിലേക്ക് കടക്കുന്നില്ല. വർത്തമാനകാല ഇന്ത്യയിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു ശബ്ദമാണ് ശ്രീ പരക്കാല പ്രഭാകരൻ്റേത്. ഇന്നിവിടെ പ്രകാശനം ചെയ്യപ്പെട്ട പുസ്തകത്തിലെ ഓരോ ലേഖനങ്ങളും ഓരോ പുസ്തകമായി തന്നെ പരിഗണിക്കാവുന്ന ലേഖനങ്ങളാണ്. വഞ്ചിക്കപ്പെട്ട ഒരു രാഷ്ട്രത്തിലെ പൗരൻ കൂടിയായ ഒരു ധനതത്വശാസ്ത്രജ്ഞൻ്റെ പ്രതികരണങ്ങളായി നമുക്കതിനെ വിലയിരുത്താൻ സാധിക്കും. മതനിരപേക്ഷ അടിത്തറയും നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ്ഘടനയും തകർന്നു പോകാതെ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന നിലപാട് സ്വീകരിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം അത്തരം ആളുകളുടെ അനിവാര്യമായും വളർന്നു വരേണ്ടുന്ന കൂട്ടായ്മകൾക്ക് കരുത്തു പകരുന്ന ഒരു ഊർജ്ജ സ്രോതസ്സായി ഈ പുസ്തകവും ഗ്രന്ഥകാരൻ്റെ ചിന്തകളും പ്രതികരണങ്ങളുമെല്ലാം ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഗ്രന്ഥകർത്താവിനും പുസ്തകത്തിനും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദനം.
പരിപാടിക്ക് കൃതജ്ഞത അർപ്പിക്കുന്നതിനായി ശ്രീ കെ ശിവകുമാറിനെ ക്ഷണിക്കുന്നു. നമ്മുടെ സമയം നീണ്ടുപോയി, അതുകൊണ്ട് ഒന്നും സംസാരിക്കുന്നില്ല. ഇവിടെ ഈ ചടങ്ങിൽ സംബന്ധിച്ച എല്ലാ ബഹുമാന്യ വ്യക്തികൾക്കും ഇതിൻ്റെ സംഘാടകർക്ക് വേണ്ടിയും ചിന്താ പബ്ലിഷേഴ്സിനും നന്ദി അറിയിക്കുന്നു. നന്ദി.